കേരളത്തിൽ ശരിക്കും ശരിയാവാൻ ഇനി ഒരേ ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. ജനങ്ങൾക്ക് ഏകദേശം എല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരവും തമിഴ്നാടും ബന്ധിപ്പിക്കുന്ന NH-66 ഭാഗമായിട്ടുള്ള കാരോട് മുതൽ മുക്കോല വരെ നീണ്ടു നിൽക്കുന്ന 16 കിലോമീറ്ററിൽ പുറത്തുള്ള കോൺക്രീറ്റ് പാതയിലൂടെയാണ് ഇന്ന് പോയത്. ശരിക്കും അവിശ്വസനീയമായ നിമിഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയുന്ന തരത്തിലുള്ള യാത്രാ അനുഭവമായിരുന്നു. ഒരു തരത്തിലുള്ള ട്രാഫിക് ബ്ലോക്കോ ഒരു കാര്യവുമില്ലാത്ത സ്മൂത്ത് മൂവ്മെൻ്റാണ് രണ്ട് ഭാഗത്തും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് NH-ലൂടെ ബൈക്കും ഓട്ടോറിക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ സുരക്ഷയ്ക്ക് നല്ല രീതിയിൽ ബാധിക്കും. ഇന്ന് തന്നെ കണ്ടതാണ്, ലൈനൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് യാതൊരു ശ്രദ്ധയും കൂടാതെയാണ് പോകുന്നത്. അതുമാത്രമല്ല, സ്പീഡിൽ പോകുന്ന വാഹനങ്ങൾ എപ്പോഴും റൈറ്റ് സൈഡിലും സ്പീഡ് കുറവുള്ളത് ലെഫ്റ്റ് സൈഡിലൂടെയാണ് പോവേണ്ടത്. പിന്നെ ഇവിടെ കാറുകാരാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാതെയാണ് പോകുന്നത്. സോ ഇതൊക്കെ കാര്യങ്ങളാണ്, അത് ഗവൺമെൻറ് നോക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ NH-66 പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. 2024 ഓപ്പൺ ആക്കേണ്ടതാണ്. ഇപ്പോൾ ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് 2026 പക്ഷേ ഇത് നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്തുള്ള NH-66 ഒരു പ്രോഗ്രഷനാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ, 2024 കഴിഞ്ഞ വർഷം ജാനുവരി സമയത്ത് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ഒരുപാട് തവണ എനിക്ക് പോവേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ഒരു രജിസ്ട്രേഷൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് ഞാൻ കണ്ട റോഡല്ലാതെ ഇവിടെ വേറെ വലിയ വികസനമോ കാര്യങ്ങളോ ഒന്നും, അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളോ ഒന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ കൊല്ലം ഭാഗത്ത് അങ്ങനെയല്ല അവസ്ഥ. കൊല്ലത്ത് ഒരുപാട് ഭാഗത്ത് ഏകദേശം ഒരു 80% പൂർത്തിയാക്കിയൊരവസ്ഥയാണ്. ഇതൊക്കെ ഒരു 50% താഴെ പോലും ഇവിടെ ഒന്നും പണി